ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ പോകുന്നത് മൈസൂർക്കാണേ. നാട്ടിൽ നിന്ന് അമ്മയും ചെറിയമ്മമാരൊക്കെ മൈസൂർ വന്നിട്ടുണ്ട്, അനിയനുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഈ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. മൈസൂരിൽ നമ്മൾ സ്ഥിരം കാണുന്ന പാലസും സൂ ഒന്നും അല്ലാതെ വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാനാട്ടോ പ്ലാൻ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ. നമ്മൾ മൈസൂർക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോണത് കനക്പുര മലവള്ളി റൂട്ടിലാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത കർണാടകയുടെ ഗ്രാമങ്ങളിലൂടെ ഉള്ളൊരു റൂട്ടാണിത്. കാണാൻ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പ്രിയദർശൻ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ കുറേ സ്ഥലങ്ങൾ. ഈ റൂട്ടിൽ പോകാൻ കാരണം ഈ റൂട്ടിലാണ് സോമനാഥപുര ടെമ്പിൾ ഉള്ളത്. സോമനാഥപുര ടെമ്പിൾ ഇത് മൈസൂരിൽ നിന്ന് 38 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രം ആർക്കിടെക്ചറിൻ്റെ ഒരു വിസ്മയമാണ്. AD 1258 ഹോസാല രാജാവിൻ്റെ സൈന്യാധിപനായിട്ടുള്ള സോമനാഥനാണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദു പുരാണങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. പല യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് കേടുപാടുകൾ ഈ ഒരു അമ്പലത്തിന് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് വിജയനഗര രാജാവും മൈസൂർ വാടിയാറൊക്കെ പുതുക്കി പണിതിട്ടുമുണ്ട്. രാവിലെ ഒരു 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഒരു വിസിറ്റിംഗ് ടൈം ഉള്ളത്. ടിക്കറ്റ് റേറ്റ് പെർ ഹെഡ് 20 rupees ആണുള്ളത്. ഇവിടെ ഗൈഡും അവൈലബിൾ ആണ് കേട്ടോ. 400 രൂപയാണ് അവരുടെ ഒരു ചാർജിങ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മോണുമെൻറ്റ് കാണാൻ രാവിലെ നേരത്തെ വരിക, അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് ഉണ്ടാവില്ല. മൈസൂർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരു മോണുമെൻറ്റ് തന്നെയാണിത്. ഒരു 3-4 ഇയേഴ്സ് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയൊരു തിരക്കില്ലാതെ കേട്ടോ നമ്മളിവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കൂ. പിന്നീട് ഞങ്ങൾ പോയിട്ടുള്ളത് ചാമുണ്ഡി ഹിൽസാണ് കേട്ടോ. ചാമുണ്ഡി ഹിൽസൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മൈസൂരിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള മൈലാരി ദോശ കഴിക്കാനാട്ടോ ഫസ്റ്റ് പോയത്. 90 വർഷത്തിലധികം പാരമ്പര്യമുള്ളൊരു ഹോട്ടലാണിത്. ഒരു ചെറിയ ഹോട്ടലാണ്, നല്ല തിരക്കാണ്. ഈ ഒരു ഇലയിലാട്ടോ അവർ ഫുഡ് സെർവ് ചെയ്യുക. മസാല ദോശയും പ്ലെയിൻ ദോശ, ഇഡ്ഡലി മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു തേങ്ങാ ചട്നിയാണ് അതിന് അവർ തരുന്നത്. വെണ്ണയൊക്കെ ഇട്ട് നല്ല മുരിഞ്ഞ പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. ഒരു സാഗു ടൈപ്പ് മസാലയാണ് ഉള്ളത്, പൊട്ടറ്റോ മസാലയല്ല. ഇതാണ് ടൈമിങ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല ചായ കിട്ടുന്നൊരു കടയുണ്ട്. നമ്മൾ നല്ല ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള KRS ഡാമിൻ്റെ ബാക്ക് വാട്ടേഴ്സിലുള്ള വേണുഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് പോണത്. പോണ വഴി അത്ര നല്ലതല്ലെങ്കിലും ചെന്നാൽ നല്ല വേർത്ത് ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ അത്. ക്ഷേത്രത്തിൻ്റെ 3 സൈഡും ബാക്ക് വാട്ടേഴ്സാണ്. KRS ഡാം പണിതപ്പോൾ KRS ഡാമിൽ മുങ്ങിപ്പോയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. പിന്നീട് അതേ കല്ലുകളൊക്കെ എടുത്തിട്ട് ഹോസ കണ്ണമ്പടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിൽ അത് റീബിൽഡ് ചെയ്തതാണ്. പഴയ അമ്പലത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. ഒരു കൃഷ്ണ ക്ഷേത്രമാണ് ഇത്. നവഗ്രഹവും ദശാവതാരത്തിൻ്റെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഇവിടെ. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വാഷ്റൂമും ഒക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. രാവിലെ 9 to 6:30 വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിംഗ്. ഫീസ് ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പോയത് പയന കാർ മ്യൂസിയമാണ്. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ ശ്രീരംഗപട്ടണ ഭാഗത്താട്ടോ ഈ ഒരു മ്യൂസിയം ഉള്ളത്. കാർ ലവേഴ്സ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു മ്യൂസിയം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി മുതലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിങ്സ്. പെർ ഹെഡ് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. കാളവണ്ടി മുതൽ ജാഗൂറും BMW വരെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വെൽ മെയിൻറ്റെയിൻഡും അതുപോലെ തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല പോളിഷ് ചെയ്തിട്ടാണ് എല്ലാ വണ്ടിയും അവർ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്.
ഗാന്ധിജിയും CB രാമനും വിഷ്ണുവർദ്ധൻ ഇവരൊക്കെ യൂസ് ചെയ്ത വണ്ടികളൊക്കെ അവിടെ കാണാം കേട്ടോ നമുക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ മഞ്ജുള മ്യൂസിയം എന്നുള്ള പേരിൽ ഒരു പുരാവസ്തു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ആംഫി തിയേറ്ററും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അമ്മയും ചെറിയമ്മയൊക്കെ നാട്ടിലേക്ക്, ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്കും പോന്നു. ഒരു നല്ല വീക്കെൻഡ് ആയിരുന്നു കേട്ടോ ഇത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും ചെറിയമ്മമാരും അവരുടെ കുറേ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് അവർ ഈ ഒരു 2 days നന്നായി എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ബൈ.